പ്രതാപവർമ്മയും കൂട്ടാളികളെയും തോൽപ്പിക്കാൻ ഞാൻ എന്തും ചെയ്യും. അതിനെനിക്ക് ചില പ്ലാനുകളൊക്കെ ഉണ്ട്. വെല്ലുവിളിയൊന്നും വേണ്ട ഹരീഷേ. ഈ നാട്ടിലെ ഏറ്റവും നല്ല രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അദ്ദേഹം തന്നെ അതിൽ ജയിക്കും. കാണാടാ. ആ കാണാം. ഇന്നലെ ഞങ്ങളെ ക്ഷമിച്ചു, ഇന്നിനി അങ്ങനെ ക്ഷമിക്കാൻ പറ്റില്ല. മര്യാദകേട് കാണിച്ചിട്ട് ഇപ്പൊ വാദി പ്രതിയായോ? അരിയും തിന്ന ആളെ കടിച്ചിട്ട് പിന്നെ പട്ടിക്ക് മുറുറുപ്പെന്ന് പറഞ്ഞ പോലെയല്ലോ. ഇങ്ങോട്ട് വിളിക്ക്. അവളുടെ ഭർത്താവ് വരുന്നുണ്ടല്ലോ, വലിയ യോഗ്യൻ. അവനെ ഇങ്ങോട്ട് വിളിക്ക്. മോനെ ഹരീഷ്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേ. നിങ്ങൾ എന്നെ മോനെയൊന്നും വിളിക്കണ്ട. ഞാൻ നിങ്ങളുടെ മോനുമല്ല. അവരുടെ ഒരു മോൻ. ഇതെന്താ മാളത്തിൽ കയറി ഒളിച്ചിരിക്കുകയാണോ? ഇങ്ങോട്ട് വിളിക്കേ. ഇറങ്ങി വരാൻ പറ അവനോട്. മാളത്തിൽ കയറി ഒളിച്ചിരിക്കുക ഞങ്ങൾ കാട്ടുമതികളാ. നീയും ഭാര്യയും കൂടി ഇവിടെ കയറിയത് വെല്ലുവിളിക്കാൻ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഇവളെന്റെ അമ്മയുടെ കരണത്തടിച്ചു. അമ്മയോ? പലിശക്കാരി രുക്മിണി എന്നാടി നിന്റെ അമ്മയായത്? അവരെന്നാ നിന്നെ പ്രസവിച്ചത്? ഇവളോട് പകരം ചോദിക്കാതെ ഞാനിന്ന് ഇവിടുന്ന് പോവില്ല. എവള് അവളെന്നൊക്കെ എന്റെ ഭാര്യ കയറി വിളിച്ച ഹരീഷേ, നീ ഒരു നടക്ക് ഇവിടുന്ന് പോവൂല. ഓ, ഈ പോടാ പോടി വാചകം മാത്രമേ ഉള്ളൂ, അടി നടക്കുന്നില്ലല്ലോ. എന്റെ അമ്മയെ തല്ലിയവളെയും അതിന് കൂട്ടുനിന്നവരെയും ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല. എല്ലാത്തിനും ഞാൻ ശരിയാക്കും. മര്യാദകേട് കാണിച്ചതേ നിന്റെ തള്ളയാ. നേരും നെറുവും തൊട്ടു തീണ്ടില്ലാത്ത രുക്മിണി, ഞാൻ അവളോട് ചോദിക്കടാ. അച്ഛാ, ഞാൻ അവനോട് സംസാരിക്കാം. ഹരീഷേ, കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാതെ വെറുതെ വഴക്കിന് വരണ്ട. കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെയാ ഞാനിങ്ങോട്ട് വന്നത്. നീ ഒരു ചുക്കും അറിഞ്ഞിട്ടില്ല. എടാ, ഇവിടെ അയൽക്കൂട്ടത്തിന്റെ മീറ്റിങ്ങിന് വന്ന കൂട്ടത്തില് ആ തക്കം നോക്കി നിന്റെ അമ്മ കൂടോത്രോ കൊടക്കമ്പിയോ എന്തോന്നോ കൊണ്ടുവന്ന് വീടിന്റെ പിറകിൽ കുഴിച്ചിട്ടു. അതും ഈ ഗാനക്കോണില്. ഈ ഗാനക്കോണില് കൂടോത്രം ചെയ്ത 7 മരണമെന്നാ കേരളത്തിലെ പ്രശസ്ത കൂടോത്രക്കാരൻ ഡോക്ടർ ചേർത്തല മാർത്താണ്ഡൻ പറഞ്ഞിരിക്കുന്നത്. ഈ വീട്ടിലെ 7 പേര് വേണു, രാധമ്മ, രാജു, കൃതിക, പ്രിയ, ജയൻ, പിന്നെ ഞാനും. അയ്യോ, എനിക്കിട്ട് അവള് കൂടോത്രം ചെയ്തോ? ഈ തള്ളയെ പിടിച്ച് അത് ചങ്ങലക്കിട്. എന്റെ അമ്മയുടെ കാര്യം ഞാൻ തീരുമാനിക്കും. അതിന് നിന്റെ ഉപദേശമൊന്നും വേണ്ട. തന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞപ്പോ തനിക്ക് വേദനിച്ചോ? അതുപോലെ തന്നെ എനിക്ക് എന്റെ അമ്മയും. ഹരീഷേ, പെറ്റമ്മയെ കുറിച്ച് മോശമായി മക്കളോട് ആര് പറഞ്ഞാലും മക്കൾക്ക് അത് വേദനിക്കും. അമ്മയെന്ന് പറഞ്ഞാലേ എല്ലാവർക്കും അങ്ങനെ തന്നെ. അത് വിവരിക്കാനാകാത്തൊരു വികാരമാണ്. അമ്മയെ കുറിച്ച് എന്ത് പറഞ്ഞാലും വികാരവും വിചാരവും ഇല്ലാത്ത ചില ജന്തുക്കളുണ്ട്. ആ ജന്മങ്ങളെ മാതാപിതാക്കളുടെ ഭാഗ്യദോഷമായിട്ട് കരുതിയാ മതി. രുക്മിണി എന്റെ തകിട് കുഴിച്ചിട്ടത് പിടിക്കപ്പെട്ടപ്പോ ദേ ഇവള് സാക്ഷിയായിരുന്നു. എന്നിട്ട് ഇവള് സ്വന്തം അമ്മയെയും ചേച്ചിയെയും നാണം കെടുത്താൻ അമ്മായിയമ്മയുടെ ഭാഗത്തേക്ക് തകിടം മറിഞ്ഞ് കളിച്ചു. വിദ്യാഭ്യാസവും വിവരമുള്ളവർ ജീവിക്കുന്ന നാടാണ് കേരളം. ഇക്കാലത്ത് ഇത്രയും ചീപ്പായ കാര്യങ്ങൾ ഏതെങ്കിലും മനുഷ്യർ ചെയ്യുവോ? ആ രുക്മിണി ആന്റി ഒരു സംസ്കാരമില്ലാത്തൊരു സ്ത്രീയാ. നിങ്ങൾ ആദ്യം പോയി അവരെ നന്നാക്കാൻ നോക്ക്. നിന്റെ ഉപദേശവും പ്രസംഗമൊന്നും എന്റെ മുമ്പിൽ വേണ്ട, കേട്ടോടി. നീ ആരാടി ഋതുമോളോട് തട്ടിക്കേറാൻ? നിന്റെ അമ്മായിയമ്മയുടെ ഒരു കരണത്തെ ഞാൻ കൊടുത്തിട്ടുള്ളൂ. നിന്റെ 2 കരണത്തിട്ട് ഞാൻ വീക്കും, പറഞ്ഞേക്കാം. ഹരീഷേ, എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും നമ്മളൊക്കെ ഒരു കുടുംബത്തിലെ മനുഷ്യരാ.
മാന്യതയോടെയും മര്യാദയോടെയും ജീവിക്കുന്നവരാ. എന്നിട്ടും ദേ നമ്മള് ഈ മീൻ ചന്തയിലെ പോലെ അടി കൂടുന്നത് നാട്ടുകാർ മൊത്തം കാണുന്നുണ്ട്. അതിന്റെ നാണക്കേട് നമുക്ക് തന്നെയാ. അതുകൂടി ഒന്ന് മനസ്സിലാക്കണം. നിന്റെ ഒരു ഉപദേശം എനിക്ക് കേൾക്കണ്ട. ഒരു മുൻമന്ത്രിയുടെ മോൾ ഈ വീട്ടിലുള്ളതല്ലേ എല്ലാവരുടെയും അഹങ്കാരം. മാത്രമല്ല കൊമ്പത്തെ കൊട്ടാരത്തിലെ രാജകുമാരിയല്ലേ. രാജകുമാരി വീട്ടിലുള്ളപ്പോ പ്രജകൾക്കെല്ലാം വലിയ തലക്കനാണല്ലോ. ശ്രീലക്ഷ്മി മതി. എന്താ ഇവള് പറഞ്ഞത് ന്യായമല്ലേ? ഇവളുടെ അച്ഛനാ പ്രതാപവർമ്മ. ഈ വീട് തട്ടിയെടുക്കാൻ മുൻകൈ എടുത്തത് അയാളല്ലേ? ഹരീഷേ, വിവരക്കേട് പറയരുത്. നീ വെറുതെ വർമ്മ സാറിനെ തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുടെ ഒരുക്കത്തില്. ഇപ്പോ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു അവസരമാണ്. അത് മനസ്സിലായി. ഇലക്ഷൻ കള്ളനെന്നും കൊള്ളക്കാരെന്നുള്ള പേര് മായ്ച്ച് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കണം. ആ കുതിരക്കച്ചോടെ ഇനി ഇവിടെ നടക്കില്ല. എടാ, ഈ നാടിന് ഇവന്മാരെ വേണ്ട. പ്രതാപവർമ്മയും കൂട്ടാളികളെയും തോൽപ്പിക്കാൻ ഞാൻ എന്തും ചെയ്യും. അതിനെനിക്ക് ചില പ്ലാനുകളൊക്കെ ഉണ്ട്. വെല്ലുവിളിയൊന്നും വേണ്ട ഹരീഷേ. ഈ നാട്ടിലെ ഏറ്റവും നല്ല രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അദ്ദേഹം തന്നെ അതിൽ ജയിക്കും. കാണാടാ. ആ കാണാം. എന്റെ അമ്മയ്ക്ക് കൊണ്ട് ആടി അതെന്റെ ഹൃദയത്തിലാണ് ഏറ്റത്. അതിന് ഈ ഹരീഷ് പകരം ചോദിച്ചിരിക്കും. ഇപ്പൊ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. വാശ്രീ, അവന് വേറെ എന്തോ ഉദ്ദേശമുണ്ടല്ലോ. അതെന്താണെന്നറിയണമല്ലോ. ഇലക്ഷൻ കാര്യത്തെ പറ്റി എന്തായാലും ഒന്ന് ചിന്തിക്കണം. എന്താ തീരുമാനം ഹരിഷേ? തീരുമാനം പറഞ്ഞ പോലെ തന്നെ. എന്നാ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. നിക്ക്. നിങ്ങൾക്കിനി എന്താ വേണ്ടത്? ചീത്ത വിളിക്കല്ലേ മക്കളെ. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങളുടെ വല്യമ്മയല്ലേ. എന്തിനാ തടഞ്ഞു നിർത്തിയതെന്ന് ചോദിക്കുക ഹരിഷേ. പറ, എന്തിനാണ് വല്യമ്മ ഈ ഇടവഴിയൊക്കെ ചാടി ഞങ്ങളുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നത്? അല്ല, വയ്യാത്ത പട്ടി കയ്യാല ചാടുമെന്ന് പറഞ്ഞത് സത്യമോ? പക്ഷെ അതൊരു കാര്യം അറിയാനാ. എന്ത് കാര്യം? നിങ്ങൾ അവിടെ നിന്ന് വെല്ലുവിളിച്ചിറങ്ങിയപ്പോഴേ എനിക്ക് ചില കാര്യങ്ങൾ പിടികിട്ടി. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞങ്ങൾക്ക് പല ഉദ്ദേശങ്ങളും ഉണ്ടാവും. പറയാൻ തീരെ സൗകര്യമില്ലെങ്കിലോ? ദേ, നിങ്ങളുടെ വക്രബുദ്ധിയും അഭ്യാസവും ഉടായിപ്പൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതും കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരരുത്. പറപ്പിക്കും ഞങ്ങള്. മുതുക്ക് പിശാശു. വാ ഹരീഷേ. യോ, ഈ പോണ പോക്കിൽ രണ്ടിനെയും പാമ്പ് കൊത്തണേ.